ഹായ്, എല്ലാവർക്കും നമസ്കാരം. ഞാനിന്നിവിടെ കാണിക്കുന്ന ഒരു ഡിഷ് എന്ന് പറയുന്നത് മലയാളത്തിൽ ചിക്കൻ പെരട്ടെന്ന് പറയും, അല്ലെങ്കിൽ ചിക്കൻ ഉലർത്തിയത്, പല പേരിൽ അറിയപ്പെടുന്ന ഒരു വിഭവമാണ്. നല്ല ടേസ്റ്റാണ് ഇത് കഴിക്കാൻ വേണ്ടിയിട്ട്. അതിനാവശ്യമായിട്ടുള്ള സാധനങ്ങൾ: സവോള ഒരു 1.5 2 സവോള, പിന്നെ കുറച്ച് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്, കുറച്ച് കറിവേപ്പില, കുറച്ച് ഒരു പച്ചമുളക്, കുറച്ചല്ല, ഒന്നല്ലെങ്കിൽ 2 പച്ചമുളക് എരിവിനനുസരിച്ച്. ഇപ്പോൾ ഞാനൊരു പാൻ ചൂടാക്കി അതിലേക്ക് 1.5 ടീസ്പൂൺ മല്ലിപ്പൊടി, എരിവിനനുസരിച്ച് മുളക് പൊടി, കുറച്ച് മഞ്ഞൾപ്പൊടി ഇവ നന്നായിട്ട് ചൂടാക്കി ഡ്രൈ റോസ്റ്റ് ചെയ്തിട്ട് കഴുകി വാരി വെച്ചിരിക്കുന്ന ചിക്കനിലേക്ക് ഇട്ട് കൊടുത്തു. പിന്നെ അതിലേക്ക് കുറച്ച് കറിവേപ്പില, പിന്നെ ഞാൻ രാവിലെ കുറച്ച് വേറെ ചിക്കൻ കഴുകി വേവിച്ച് വെച്ചതിൻ്റെ സ്റ്റോക്ക് എടുത്ത് ഒഴിച്ചു. അത് ഓപ്ഷണലാണ്. ഇത് നന്നായിട്ട് തിരുമ്മി അതിലേക്ക് കുറച്ച് ഉപ്പും കൂടി ഇട്ട് തിരുമണേ. ഞാൻ പറയാൻ മറന്നുപോയി. അത് കഴിഞ്ഞിട്ട് നമ്മളിത് അടച്ചു വെച്ച്, വെള്ളമൊന്നും വേറെ ഒഴിക്കേണ്ട ആവശ്യമില്ല, കുക്കറിലേക്ക് വെച്ച് 2 വിസിലടുപ്പിക്കണം മീഡിയം ഫ്ലെയിമിൽ. അതിന് ശേഷം സെയിം പാനിൽ തന്നെ, ഞാൻ കഴുകാൻ നിന്നില്ല, സെയിം പാനിൽ തന്നെ നമ്മൾ എണ്ണ ചൂടാക്കി, ആ എണ്ണ ചൂടായി കഴിയുമ്പോഴത്തേക്ക് അതിലേക്ക് കുറച്ച് ചതച്ച വെളുത്തുള്ളിയും ഇഞ്ചിയും ഇട്ടു. അതൊന്ന് മൂത്തതിന് ശേഷം നമ്മൾ കുറച്ച്, ഞാൻ പറഞ്ഞല്ലോ, ഒന്നല്ലെങ്കിൽ 1.5 സവോള ഇട്ട് വഴറ്റി അതിലേക്ക് ഗ്രീൻ ചില്ലിയും കൂടി ഒഴിച്ച്, പിന്നെ ബാക്കി വന്ന സ്റ്റോക്കും കൂടി ഞാൻ അതിനകത്ത് ഒഴിച്ചു. കാരണം ഇത് അലുമിനിയം പാത്രം ആകുമ്പോൾ നമുക്ക് അടിയിൽ പിടിക്കാൻ ചാൻസ് ഉണ്ട്. അതിന് അങ്ങനെ വരാതിരിക്കാൻ വേണ്ടിയിട്ട് പിന്നെ കുറച്ച് ഉപ്പിട്ട്, പിന്നെ ഓപ്ഷണലായിട്ട് ഒരു പിഞ്ച് ഓഫ് ഷുഗർ നമ്മളിടുന്നുണ്ട്. അങ്ങനെ ഇടുമ്പം കുറച്ചും കൂടി ഒരു ടേസ്റ്റ് കിട്ടും. പിന്നെ മാത്രമല്ല, സവോള നല്ല മൊരിഞ്ഞ് കിട്ടാൻ നമുക്ക് ഈസി ആയിട്ട് കിട്ടും. അതിന് വേണ്ടിയിട്ട് ഇത് നന്നായിട്ട് വഴണ്ടി വന്നിട്ട് ലാസ്റ്റ് ഒരു പരുവാകും. ഞാനിപ്പോൾ കാണിച്ചു തരാം. നിങ്ങൾക്ക് നോക്കുമ്പോൾ മനസ്സിലാവും. സവോള നല്ലതായിട്ട് വഴണ്ടി വന്ന് കഴിയുമ്പോൾ നമ്മളതിലേക്ക് ഒരു അര തക്കാളി മാത്രം മതി. ഒത്തിരി പുളിയായാൽ വേറൊരു ടേസ്റ്റ് എടുക്കും. ഞാൻ അര തക്കാളി ഇട്ടു. പിന്നെ ബാക്കി ആ വെന്ത ചിക്കൻ്റെ സ്റ്റോക്ക് എടുത്ത് ഞാൻ ഒഴിച്ചു. അങ്ങനെ കുറച്ച് വെള്ളത്തിൽ തക്കാളി വേവുമ്പം പെട്ടെന്ന് ഉടഞ്ഞ് കിട്ടും നമുക്ക്, അതിന് വേണ്ടിയിട്ട്. അപ്പം നന്നായിട്ട് വെന്തുടഞ്ഞ തക്കാളി ഞാൻ ഞെക്കി നോക്കുകയാണ്. തക്കാളി നന്നായിട്ട് ഉടഞ്ഞിട്ടുണ്ട്. കുറച്ചും കൂടി ഒന്ന് വഴറ്റി നന്നായിട്ട് ഉടഞ്ഞ് വരും. അതിലേക്ക് അപ്പം നന്നായിട്ട് ഉടഞ്ഞ ചിക്കനിലേക്ക് നമ്മൾ മിക്സിലേക്ക് വേവിച്ച് വെച്ച ചിക്കൻ ഇട്ട് കൊടുക്കുന്നു. ഇനി നമ്മുടെ ആവശ്യാനുസരണം ഈ വെള്ളം വറ്റിക്കുക എന്നുള്ളതാണ്. ഇതൊരു ചിക്കൻ ഉലർത്തിയതാകുമ്പോൾ നന്നായിട്ട് വറ്റി ഒരു കുഴമ്പ് പരുവാണ് വേണ്ടത്. പിന്നെ മാത്രമല്ല, ഞാൻ അതിലേക്ക് കുറേ കുരുമുളക് പൊടി ഇടുന്നുണ്ട്, ഒരു 1.5 ടീസ്പൂണോളം കുരുമുളക് പൊടി. ലാസ്റ്റ് നമുക്കിങ്ങനെ എല്ലാവരും ഇതുണ്ടാക്കി നോക്കണം. നല്ല അടിപൊളി ടേസ്റ്റുമാണ്. നല്ലൊരു ഡിഷാണ്.